നമസ്കാരം. ഒരു കാലത്ത് കോൺഗ്രസ്സുകാർ എന്ത് പരിപാടി എവിടെ അവതരിപ്പിച്ചാലും അവിടെ ഒരു കൂട്ടയടി ഉറപ്പായിരുന്നു. പ്രധാനമായും സ്റ്റേജിലായിരിക്കും അടി നടക്കുന്നത്. കാരണം ചടങ്ങിൽ സദസ്യരായി എത്തിയവരെക്കാളും കൂടുതലായിരിക്കും സ്റ്റേജിലെ കോൺഗ്രസ് നേതാക്കളുടെ ഈ തിക്കും തിരക്കും. പണ്ടുപോലെ അറിയാം, പല സ്ഥലങ്ങളിൽ സ്റ്റേജ് പൊളിഞ്ഞ് വീണിട്ടുണ്ട്, കസേരയ്ക്ക് വേണ്ടി ഉന്തുന്തള്ളും നടത്തുന്നുണ്ട്, ചില ആളുകൾ കസേര കിട്ടാതെ പണങ്ങി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചു കാലമായി ഇത്തരം കലാപരിപാടികളൊന്നും തന്നെ കോൺഗ്രസ്സിൽ ഇല്ലാത്തൊരു സമയമായിരുന്നു കടന്നുപോയത്. വി ഡി സതീശനെയൊക്കെ പോലെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട നേതാക്കന്മാർ കൂടുതൽ സജീവമായപ്പോൾ, അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ പോലുള്ള ഒരാൾ AC ജനറൽ സെക്രട്ടറിയായി വന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ കോൺഗ്രസ് കുറച്ചൊക്കെ, അതായത് 10 വർഷം ഭരണത്തിലും ഇല്ലാതെ ഇരുന്നൊരു കാലഘട്ടമായതുകൊണ്ടായിരിക്കും കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെയാണ് ഇവരെല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പുതുയുഗ യാത്ര നടത്തുകയാണ്. അതായത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പൊതുയുഗം തുറക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം യാത്ര നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ പ്രവേശിച്ചിരുന്നു. അവിടെ ഉണ്ടായ കശപിശകളും കൂട്ടത്തല്ലും അതല്ലെങ്കിൽ ഉന്തും തള്ളുമൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ അവമതിപ്പാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം ഇനിയെങ്കിലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുമോ എന്നറിയില്ല. ശരിക്കും ഇന്നലെ അവിടെ എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിക്കാം. പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF നേതാക്കൾ കുറ്റ്യാടിയിലെ സ്വീകരണ വേദിയിലേക്ക് എത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായ പ്രമോദ് എത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പ്രസംഗിക്കാനായി ക്ഷണിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം കാണുന്നത് ഷാഫി പറമ്പിൽ MP അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് ഷാഫി പറമ്പിൽ MPയെ പ്രസംഗിക്കാനായി ക്ഷണിക്കുന്നു. ഷാഫി നിരസിക്കുന്നു. തുടർന്ന് വി ഡി സതീശൻ വന്ന് വളരെ ചുരുക്കി കാര്യങ്ങൾ പ്രസംഗിക്കുന്നു. വീണ്ടും ഈ പ്രമോദ് ചാടി എണീറ്റ് ചെന്ന് ഷാഫിയെ വേദിയിലേക്ക് പ്രസംഗിക്കാൻ ക്ഷണിക്കുകയാണ്. ഷാഫി തള്ളി മാറ്റുകയാണ്. അങ്ങനെ കുറച്ച് സമയം ഈ സ്റ്റേജിലാകെ ഉന്തും തള്ളുമാണ്. മാത്രമല്ല, ഈ ഉന്തും തള്ളിനിടേണ്ട ഏറ്റവും ക്രൂരമായൊരു കാര്യം, മുൻ കേന്ദ്രമന്ത്രിയും മുൻ KPC പ്രസിഡൻറ്റുമൊക്കെ ആയ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീഴുന്നതാണ്. കാരണം ഉന്തിലും തള്ളിലും പെട്ട് അദ്ദേഹം താഴെ വീഴുകയാണ്. എന്നിട്ടും ഇവർ തമ്മിലുള്ള പിടിവലി തുടരുകയാണ്. ഒടുവിൽ ഷാഫി പറമ്പിൽ മൈക്കിന് മുന്നിലെത്തി 1 മിനിറ്റ് കൊണ്ട് പ്രസംഗിച്ചതിന് ശേഷം പ്രസംഗം അവസാനിപ്പിക്കുന്നു, പോകുന്നു. കോൺഗ്രസിൻ്റെ 100ാമത്തെ സീറ്റ് ഇതായിരിക്കുമെന്നൊക്കെ ഷാഫി പറയുന്നുണ്ട്. പക്ഷേ 100ലധികം പേര് ആശുപത്രിയിലാകുമോ എന്നാണ് ഈ കൂട്ടത്തല്ലും ഈ ഉന്തും തള്ളും കഴുത്തുകുത്തി പിടിക്കലുമൊക്കെ കാണുമ്പോൾ നമുക്ക് ആർക്കും തോന്നുന്നത്. ഏതായാലും കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള നാണക്കേട് അവമതിപ്പൊക്കെ ഉണ്ടാക്കിയ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം ഈ ഉന്തിനും തള്ളിനും കൃത്യമായ ഒരു ന്യായീകരണം നൽകുകയാണ്. ഒരു ഓമന പേരുമിട്ട്, ഇതിൻ്റെ പേര് സ്നേഹത്തള്ള് എന്നാണ്. നമ്മൾ പലതരത്തിലുള്ള തള്ളുകൾ കേട്ടിട്ടുണ്ട് എങ്കിലും ഈ സ്നേഹത്തള്ള് എന്ന് പറയുന്നത് ആദ്യമായി കേൾക്കുകയാണ്. കാരണം ഭയങ്കരമായ ജനത്തിരക്കായിരുന്നു, ആളുകൾ ആവേശത്തോടുകൂടി ഇളകി വന്നതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഫലമായിട്ടാണ്. അതല്ലാതെ CPM നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങുകളെ പോലെ ആളില്ലാതെയൊന്നുമല്ല. ഞങ്ങളെ പാർട്ടിയുടെ പരിപാടിയിൽ വലിയ തോതിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ സ്നേഹം പ്രകടിപ്പിക്കാൻ എത്തിയതിൻ്റെ ഫലമായിട്ടാണ്, ആ സ്നേഹത്തള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്നും മാധ്യമങ്ങൾ വെറുതെ പെരുപ്പിച്ച് കാണിക്കുകയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷക്കാർ തങ്ങളെ നിരന്തരം ഇതിൻ്റെ പേരഞ്ഞ് അവഹേളിക്കുകയാണെന്നൊക്കെ തന്നെയാണ് പ്രവീൺ കുമാർ ഇപ്പോൾ പരാതി പറയുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സുധാകരൻ KPC അധ്യക്ഷനായി എത്തിയ ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ സ്റ്റേജിലെ കൂട്ടത്തിൽ അദ്ദേഹം ഒഴിവാക്കുമായിരുന്നു. കൃത്യമായി ആരൊക്കെയാണ് സ്റ്റേജിലിരിക്കേണ്ടതെന്ന് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് കസേരയിൽ അവരുടെ പേരെഴുതി വെച്ച്, പിന്നെ സുധാകരനാണ് വരുന്നത്, അവിടെ സ്റ്റേജിൽ കയറി ആൾ കളിക്കാനും വൃത്തികേട് കാണിക്കാനും ഒക്കെ ഇറങ്ങിയാൽ സുധാകരൻ പിടിച്ച് പുറത്താക്കുമെന്ന് പലർക്കും അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ നേതാക്കന്മാരൊക്കെ അക്കാര്യത്തിൽ ഒരു അച്ചടക്കം പാലിക്കുന്ന രീതി ആദ്യഘട്ടങ്ങളിൽ, പിന്നീട് സുധാകരൻ്റെയും പിടിവിട്ട് പോയി. കാരണം ഇവരെ നിയന്ത്രിക്കാൻ ലോകത്ത് ആർക്കും കഴിയുകയില്ല. കാരണം സ്റ്റേജ് കണ്ടു കഴിഞ്ഞാൽ, അവിടെ കസേര കണ്ടു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആകപ്പാടെ ഒരു ഭ്രമമാണ്. കസേര കൈയേറുക, ഇരിക്കുക, നേതാവ് പ്രസംഗിക്കുമ്പോൾ ചുറ്റും വന്നു നിന്ന് ടെലിവിഷൻ ക്യാമറയിൽ മുഖം വരുന്നതിന് വേണ്ടി ഉന്തും തള്ളും നടത്തി തല കയറ്റി വയ്ക്കുക, നേതാക്കന്മാർ ബൈറ്റ് കൊടുക്കാൻ എവിടെയെങ്കിലും ഇറങ്ങി നിന്നാൽ അവിടെ ഓടിയെത്തി തല കയറ്റുക, ഇതൊക്കെ കോൺഗ്രസ്സുകാരുടെ സ്ഥിരം കലാപരിപാടികളിൽപ്പെട്ടാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും ഇത് കയ്യാങ്കളിയായി മാറാറുണ്ടെന്നുള്ള സ്ഥിതി. കാരണം തനിക്ക് മുന്നിൽ വരണം, തനിക്ക് നേതാവാകണം, അല്ലെങ്കിൽ തനിക്ക് സീറ്റ് കിട്ടണമെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഉന്തുകയും തള്ളുകയൊക്കെ ചെയ്യുമ്പോൾ, മാത്രമല്ല ഒരു നേതാവ് പ്രസംഗിക്കുമ്പോൾ സ്ഥലത്തെ നേതാക്കന്മാരെല്ലാവരും വന്ന് ചുറ്റിനും കൂടി നിൽക്കുന്നത് ഇവരുടെ രീതിയാണ്. കഴിഞ്ഞ ദിവസം അവിടുത്തെ കോൺഗ്രസ് നേതാവായ പ്രാദേശിക നേതാവായ പ്രമോദും ഇത്തരത്തിൽ ഒരുപക്ഷെ തൻ്റെ നേതാവിൻ്റെ പിന്നിൽ വന്ന് നിൽക്കാൻ ശ്രമിച്ചതാണോ ഈ ഉന്തിനും തള്ളിനും കഴുത്തി കുത്തിപ്പിടിക്കലിനും ഒക്കെ സാഹചര്യം ഒരുക്കിയതെന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. ഏതായാലും പാവം മുല്ലപ്പള്ളിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ പരിപാടി നടക്കുമ്പോഴെങ്കിൽ ഇനി മുതൽ ഒരുപക്ഷെ സ്റ്റേജ് മാനേജർമാരെ നിയോഗിക്കേണ്ട ആവശ്യം വരുമോ എന്നും സ്വാഭാവികം പലരും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തമാശയായി ചോദിക്കുന്നുണ്ട്. പലപ്പോഴും കോൺഗ്രസിൻ്റെ വേദികളിൽ പ്രാദേശിക നേതാക്കന്മാർ തമ്മിലാണ് സ്റ്റേജിൽ ഉന്തും തള്ളും കയ്യാങ്കളിയൊക്കെ നടത്തുന്നതെങ്കിൽ ഇക്കുറി സംസ്ഥാന നേതാക്കൾ തന്നെ അതിൽ പെട്ടുപോയി എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് അടുത്ത് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. കേരളത്തെ ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കിയ ഇടതുമുന്നണിയെ പുറത്താക്കാൻ ഒരു ഏറ്റവും നല്ല അവസരമായിട്ടാണ് നേതാക്കന്മാർ ഇത് കണക്കാക്കുന്നത്. പക്ഷേ അണികൾ അങ്ങനെ ഭരണം വേണ്ട എന്ന് തീരുമാനിച്ചുറച്ചതുപോലെയാണ്
ഈ കോപ്രായങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാർക്ക് അടിസ്ഥാനപരമായി ഇപ്പോഴും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി കൂടി കൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും കോൺഗ്രസ്സുകാർ ജയിക്കുന്നത് എന്നുള്ളത് വ്യക്തമായൊരു കാര്യമാണ്. വി.ഡി. സതീശൻ നടത്തിയ യാത്രയിലും മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കളൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് എത്ര സംയമനത്തോടു കൂടിയാണ് ഈ സ്റ്റേജിൽ പെരുമാറുന്നത് നമുക്കതിൽ നോക്കിയാൽ മനസ്സിലാക്കാനും കഴിയും. പക്ഷേ കോൺഗ്രസ്സുകാരാകട്ടെ നേതാക്കളെ കണ്ട് പരിസരം മറന്ന രീതിയിലാണ് പെരുമാറിയത്. സ്വാഭാവികമായി ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ വി.ഡി. സതീശൻ്റെ പുതുയുഗം പിറക്കാനുള്ള ഈ യാത്രയിൽ ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഈ യാത്ര തലസ്ഥാനത്തെത്തുമ്പോഴേക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടി, ഒരു ബൂമറാങ്ങായി മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ ഇടതുപക്ഷ ഹാൻഡിലുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഇതിനെ കളിയാക്കിക്കൊണ്ട് നിരവധി പോസ്റ്റുകളാണ് ഇടുന്നത്. അതല്ലെങ്കിൽ ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും യാത്ര നടത്തുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ ക്രമീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ, അല്ലെങ്കിൽ വി.ഡി. സതീശൻ ഒരു മികച്ച പ്രൊഫഷണലാണ്. അദ്ദേഹം കൃത്യമായ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിലും പ്രോഗ്രാമുകൾ നടത്തുന്ന കാര്യത്തിലും തന്നെ കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ച് ചിട്ടയോടുകൂടി നടത്തുന്ന ഒരാളാണ്. അദ്ദേഹമെങ്കിലും മുൻകൈയെടുത്ത് ഇനിയുള്ള സ്വീകരണ സ്ഥലങ്ങളിലെങ്കിലും ഇതിനൊരു മുൻകൂർ തയ്യാറെടുപ്പ് നടത്തിയില്ലെങ്കിൽ ഇനിയും പല കുറ്റിയാടികളും ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. പിന്നെ സ്നേഹത്തള്ള് എന്ന് പറഞ്ഞ് തള്ളിയിട്ട് ഒരു കാര്യവുമില്ല.